മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള ഗ്രൂപ്പിസം ശക്തമാണ് എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നേതാക്കന്മാർ തന്നെയാണ് എന്നാണ് ഹൈബി ഈഡൻ എം പി പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. 2026 ഹൈബി ഈഡനും കണ്ടുണ്ടെന്ന് ചുരുക്കം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം സീറ്റ് കോൺഗ്രസിന് ഉറപ്പാണ് എന്നാണ് ഹൈബി ഈഡൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. 4ഉം 5ഉം ഗ്രൂപ്പ് വന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ തന്നെ അപ്രസക്തമായി. ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ പോരാടുകയാണെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ലീഡർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങിയോ എന്ന ചോദ്യത്തിന് എറണാകുളം ജില്ല സജ്ജമെന്നായിരുന്നു എം പിയുടെ മറുപടി. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്താണ് എറണാകുളം ജില്ലയിൽ പാർട്ടി പ്രവർത്തനമെന്നും ജില്ലയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിലെല്ലാം വിജയം സുനിശ്ചിതമെന്നും ഹൈബി. UDF എറണാകുളത്ത് വലിയ ശക്തമായ നിലയിൽ തന്നെ തുടരും. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും സംഘടനാപരമായി വലിയ ശക്തിയുള്ള ഒരു ജില്ലയാണ്. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് നേതൃത്വത്തെ നേരിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. MP എന്നുള്ള രീതിയിൽ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ആ വിഷയത്തിലുണ്ടാകും. KV തോമസ് ഏതെങ്കിലും തരത്തിൽ ജില്ലയിലെ വിജയസാധ്യതകളെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഞാൻ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാ, ഞാൻ മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. AICC പുനഃസംഘടന വന്നാൽ കേരളത്തിൽ നിന്നുള്ള AICC സെക്രട്ടറിയാകാൻ സാധ്യതയുണ്ട് ഹൈബി ഈഡൻ. ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ പല വഴിക്ക് നിൽക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സാധ്യതകളെ നെഗറ്റീവായി ബാധിക്കുമെന്ന് പറയാതെ പറയുകയാണ് യുവ നേതാക്കൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടികളാണെന്ന് ഓർക്കണം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ ഹൈബി ഈഡൻ സംഘടന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് കൂടുതൽ സജീവമാകാൻ താല്പര്യമുണ്ട് എന്നാണ് അല്ലേ? അതെ, തീർച്ചയായും. കാരണം NSUIന്റെ ദേശീയ പ്രസിഡന്റ് ആയ ശേഷം സംഘടനാ ചുമതലകൾ ഒന്നും തന്നെ ഹൈബിക്ക് കിട്ടിയിരുന്നില്ല. അതിനുമുമ്പ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറിയതോടുകൂടി A ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരുടെ നോമിനികളെ വച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് MLA ആയിരുന്ന ഹൈബി പിന്നീട് മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി MP സ്ഥാനത്തേക്ക് മത്സരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ KPCC തലത്തിൽ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യമാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പ്രവീണ, എന്തുകൊണ്ടാണ് പ്രവീണ KV തോമസിനെ കുറിച്ച് ചോദിച്ചത്? 1. 2, എന്തുകൊണ്ടാണ് ഹൈബി ഈഡൻ അതിന് മറുപടി നൽകാതിരുന്നത്? അതിനൊരു കാര്യം എന്ന് പറയുന്നത്, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി സ്വാധീനിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിൽ KV തോമസിന്റെ മാറ്റം ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ വോട്ടുകളെ കൂടി ഭിന്നിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ KV തോമസ് ഒരു പക്ഷേ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ, അതായത് ഇപ്പോൾ CPMലേക്ക് പോയെങ്കിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹം നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അത് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ആകുമോ എന്നുള്ളതുമായിരുന്നു ചോദ്യം. പക്ഷേ പ്രകോപിപ്പിക്കേണ്ടതില്ല, താൻ വിവാദങ്ങൾക്കുള്ള ഒരാളല്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. ഓക്കെ.